ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ചിക്കൻ കറി ഒന്നുമല്ല, സാധാ ചിക്കൻ കറി എങ്ങനെ കുക്കറിൽ വെക്കാനാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ വെക്കുന്നുണ്ടോ? എന്നാലും എൻ്റെ വക ഒരു കാണിക്കല്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന അതേ വെളിച്ചെണ്ണയിലാണ് സവാളയൊക്കെ വഴറ്റുന്നത്. സവാള, പച്ചമുളക് ഒക്കെ ഇത്തിരി ഉപ്പിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ നമുക്ക് അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾക്ക് പൗഡറുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ ഇച്ചിരി ഒരു കിച്ചൺ ട്രഷറിൻ്റെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാരി അങ്ങ് വിതറുക. ദെൻ നമുക്ക് കുക്കറിൻ്റെ അടി കത്തിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലടിപ്പിക്കുക. കുക്കർ അടയ്ക്കാണ്ട് വിസിലടിക്കില്ലല്ലോ, ശരിയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ സവാള, അതായത് നമ്മുടെ മസാലയൊക്കെ നല്ല വെന്തിരിക്കുന്നുണ്ടാവും. അതിലോട്ട് ഇത് കത്തിപ്പിടിച്ചതല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളൂ. അപ്പോൾ ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇഴറ്റി ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നിങ്ങൾക്ക് സാധാ ഏതെങ്കിലും അടപ്പ് വെച്ച് തിളപ്പിക്കാം. അതല്ലെങ്കിൽ കുക്കറിൻ്റെ അടുപ്പ് തന്നെ വെച്ച് ഒരു വിസിലും കൂടി അടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ നിങ്ങളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും. ഞാനിത് പോയി പുട്ടിൻ്റെ കൂടെ കഴിച്ചു നോക്കട്ടെ. ടാറ്റാ, ബൈ ബൈ, സീ യു.